ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പാത്ത് ടു ഹിഡൻ സക്സസ് എന്നുള്ളതാണ്. യോർ ഹിഡൻ പാത്ത് ടു സക്സസ് എന്നുള്ളതാണ്. സക്സസ് എന്ന് പറയുമ്പോൾ പലർക്കും അത് പല ഡെഫിനിഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നേടുന്ന സമയത്താണ് നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, നിങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്നുള്ളത്. ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ ഒരു അംഗീകാരമോ ഒന്നുമല്ല നമ്മൾക്ക് ആവശ്യമായിട്ട് ഉള്ളത്. എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാത്രമാണ് ലോകത്തിലേക്ക് മറ്റ് വ്യക്തികളിലേക്കും ആ ഒരു വിശ്വാസം ട്രാൻസ്ഫർ ചെയ്ത് വരികയുള്ളൂ. നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സക്സസിനും നിങ്ങൾക്കും ഇടയിൽ ഉള്ള ആ ഒരു ദൂരം അത് എത്രത്തോളം ഉണ്ട്, എത്ര ചാലഞ്ചിങ് ആണ്, അങ്ങനെയുള്ള ആ ദൂരം, ആ ചാലഞ്ചസ് നമ്മൾക്ക് എങ്ങനെ മറികടക്കാം, ആ ദൂരം എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സക്സസിൽ നിന്നും നിങ്ങളെ തടയുന്നത് എന്താണ്, അതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മളുടെ ഒരു സക്സസിനെ തടയുന്നത് നമ്മളുടെ തന്നെ മെന്റൽ ബ്ലോക്കുകളാണ്. നമ്മളുടെ സബ് കോൺഷ്യസിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമുക്ക് പലപ്പോഴും നമ്മളുടെ റിയാലിറ്റി ആയിട്ട് വരുന്നത്. ഈ ചാനലിന്റെ പല വീഡിയോസിലും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു സക്സസ് നേടിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്നുള്ളത്. നമ്മുടെ സബ് കോൺഷ്യസുമായിട്ട് നമ്മളുടെ ഡീപ്പർ സെൽഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക്, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കാം ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ തന്നെ ട്യൂണിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്നാൽ പലപ്പോഴും അത് പലർക്കും സാധിച്ചോളണമെന്നില്ല. പല പ്രോബ്ലത്തിന്റെയും ഒരു സൊല്യൂഷൻ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, ഇവിടെ സ്പെഷ്യലി നമ്മൾ നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ് ആൻഡ് ഫിനാൻസ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. എങ്കിലും പല വ്യക്തികൾക്കും സക്സസിന്റെ ഡെഫിനിഷൻ പലതായതുകൊണ്ട് തന്നെ ഓരോ ഫയലിലും എന്താണ് വരുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഹിഡൻ പാത്ത് ടു സക്സസ്. ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 കാർഡ് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഇത് കാർഡ് നമ്പർ 1, ഇത് 2 ആൻഡ് ഇത് 3. ഇവിടെ ഓരോ അഫർമേഷൻ കാർഡ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പൈൽ നമ്പർ 1 നമ്മൾ വെച്ചിരിക്കുന്നത് ഐ എം ബേസ്റ്റിംഗ് വിത്ത് ലവ് and full of vibrant positive energy that fills my life എന്നുള്ളതാണ് നമ്മളിവിടെ പേൾ വയ്ക്കുന്നത്. അതുപോലെ ഗ്രൂപ്പ് 2, അതുപോലെ പൈൽ നമ്പർ 2, my peace lives in the present moment, I minimize the noise and distractions around me. ഇവിടെ നമ്മൾ റെയിൻബോ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. ആൻഡ് പൈൽ നമ്പർ 3, I am grateful to be alive ആൻഡ് ലീവ് ദിസ് ഡേ. ഇവിടെ നമ്മൾ വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോൺ ആണ് ഇഷ്ടം ആ ഒരു സ്റ്റോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അഫർമേഷൻ ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ണടച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർക്കുക, എന്താണ് എൻ്റെ സക്സസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിൽ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. ഓക്കെ, യെസ്, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ്, ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അതുപോലെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസസ്, മെഡിറ്റേറ്റീവ് സെഷൻസ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, തെറപ്പി സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഗ്രൂപ്പ് നമ്പർ 1 പേൾ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 പേൾ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ജൂനിപ്പർ, ബ്രോക്കൺ ആരോ, ഇമോഷണൽ ലോസ്, ജോയ് ആൻഡ് കണ്ടന്റ്മെന്റ്, ദ എംപ്രസ് കാർഡ്, ദ വീൽ ആൻഡ് എയ്റ്റ് ഓഫ് ഇൻസ്പിറേഷൻ. ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാർഡ്സും റീഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ജൂനിപ്പർ എനർജിയാണ്. ഈ ഒരു ജൂനിപ്പർ കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കേണ്ട സമയമാണ്. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കാലങ്ങളായിട്ട് നമ്മളുടെ സബ് കോൺഷ്യസിൽ സ്റ്റോർഡ് ആയിട്ടുള്ള നമ്മളുടെ ട്രോമ, ഫിയേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ തടയുന്ന അളവിലേക്ക് നിങ്ങളെ ഓവർ പവർ ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ ഓവർ പവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ തോട്ട്സ് ആണ് ഉണ്ടാവുക. എന്ത് ചെയ്യണം എങ്കിലും നിങ്ങളൊരു ജഡ്ജ്മെന്റൽ തിങ്കിങ്ങിലേക്ക് വരികയാണ്. അയ്യോ, ഇത് ചെയ്താൽ എനിക്ക് അങ്ങനെ സംഭവിക്കുക, അതുകൊണ്ട് ഇത് വേണ്ട. ഡ്രീം ചെയ്യാൻ നിങ്ങൾക്ക് ഭയമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല, വെറുതെ എന്തിനാണ് ആഗ്രഹിച്ച് സങ്കടപ്പെടുന്നത് എന്നുള്ള ഒരു എനർജിയിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണ്. അവിടെ ഈ ഹീലിംഗിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പേടികള്, ഭയങ്ങള്, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതിന് അത് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഹീല് ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് അതിനെ ചെയ്യാൻ പറ്റുന്നത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റീസ് ഒരുപാട് പേർക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇവിടെ ഇതൊരു ബൗണ്ടറി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ബൗണ്ടറിക്ക് ഇപ്പുറം ഹ്യൂമൻ വേൾഡ് ആൻഡ് ഈ ബൗണ്ടറിക്ക് അപ്പുറം ഒരു സ്പിരിച്വൽ റെലമാണ് കാണുന്നത്, ഒരു സ്പിരിച്വൽ വേൾഡ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ രണ്ട് വേൾഡ്സുമായിട്ടും കണക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലാണ് നടക്കുന്നത്. അത്രയും എലാബറേറ്റ് ആയിട്ട് കാര്യങ്ങളെ, ഡീപ്പറായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളാണ് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒന്നിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ, ക്ലാരിറ്റി ഇല്ലാതെ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ആ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ നമുക്ക് ജൂനിപ്പർ ബെറീസ് കാണാം. ഈ ഒരു ബെറീസ് എന്ന് പറയുന്നതിന് വളരെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ സോസസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബെറീസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പേർപ്പസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. എന്താണ് ഈ മൾട്ടിപ്പിൾ കാര്യം എന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യം നിങ്ങളുടെ ഹീലിംഗ് തന്നെയാണ്. രണ്ടാമത് നിങ്ങളുടെ വിസ്ഡം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ നോളജ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പുതിയ സബ്ജക്ട്സ് പഠിക്കുക. ഇതുവരെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലകളിൽ, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ആഗ്രഹമുള്ള മേഖലകളിലേക്ക് നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക. ധൈര്യപൂർവം റിസ്ക് എടുക്കാൻ തയ്യാറാകുക. അവിടെ റിസ്ക് എന്നല്ല പറയേണ്ടത്, അവിടെ റിസ്ക് ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഒരു ധൈര്യം ആർജിച്ചാൽ മാത്രം മതി. മാനസികമായിട്ട് നിങ്ങൾക്കൊരു ധൈര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ടും അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും അതുവഴി
നിങ്ങളുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ടും സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ്. ഇവിടെ ചില വ്യക്തികൾക്ക് ഒരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇവിടെ ഈ ഒരു ജൂനിപ്പർ എനർജി കാണിക്കുന്നത് കിഡ്നീസ് ആൻഡ് യൂറിനറി പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ജുനിപ്പർ മെഡിസിൻസിന് വളരെ അധികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ഒരു എനർജി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത്. ജുനിപ്പർ എനർജി ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇമോഷണൽ ലോസ് നമ്പർ 5 ആണ്. നമ്പർ 5 എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് എ ലോസ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരുന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുവോ സാഹചര്യമോ ഒരു വ്യക്തിയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സന്തോഷം വരുന്ന സന്ദർഭങ്ങളെ പോലെ തന്നെ തുല്യ പ്രാധാന്യം സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിനും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പെയിൻഫുൾ എക്സ്പീരിയൻസസിന് നിങ്ങളെ ഒരുപാട് ലെസൺസ് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിസ്ഡം ഒക്കെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പെയിൻഫുൾ എക്സ്പീരിയൻസസ് ആണ് പലപ്പോഴും നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തിനെക്കാട്ടിലും നിങ്ങളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ നോക്കിക്കാണേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ്. നഷ്ടപ്പെട്ടത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്കൊരു ലെസൺ തരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ലെസൺ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക, വില്ലിങ് ആവുക. കാരണം ഈ ഒരു കാർഡ് വരുന്ന സമയത്ത് ഒരു നഷ്ടത്തിന് ശേഷമുള്ള ഒരു റീകവറി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നത് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ നഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ലെസൺസ്, സ്പെഷ്യലി ഇമോഷണൽ ബാലൻസ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അറ്റാച്ച്മെന്റ് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു ലെസൺ, ഒരു ബോധം, ഒരു തിരിച്ചറിവ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ബ്രോക്കൺ ആരോ ആണ്. ഓക്കെ, യെസ്, എംബ്രേസ് ദ എനർജി ഓഫ് പീസ് എന്നുള്ളതാണ്. യെസ്, സമാധാനത്തിന്റെ അതല്ലെങ്കിൽ ഹാർമണി, സെറനിറ്റി, കമ്മ്യൂണിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു കാർഡാണ് ഈ ഒരു ബ്രോക്കൺ ആരോ പറയുന്നത്. വാരിയേഴ്സിന്റെ ആണ് നമ്മൾ എപ്പോഴും സിമ്പിളായിട്ട് ആരോ കാണുന്നത്. അതായത് ഒരു ഫൈറ്റിങ്ങിനെയാണ് ആരോസ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു ബ്രോക്കൺ ആരോ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സ്പെഷ്യലി സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ഇനി ഒരു യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ആ സമാധാനം ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി ഒന്ന് തിരിച്ചറിയുക മാത്രമാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് വളരെ അൺസേഫ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റീസും ഭയങ്ങളും എല്ലാം വാഷ് അവേ ചെയ്ത് നിങ്ങളിലേക്കൊരു വെളിച്ചം വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. അതിനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് ഇനി എൻ്റെ ജീവിതത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങുകയാണ്. അതിന് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു എന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്സ് ഒക്കെ, അത് നിങ്ങളുടെ ഹോം എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലാണെങ്കിലും, ഫ്രണ്ട്ഷിപ്സിലാണെങ്കിലും, നിങ്ങളുടെ കരിയർ, വർക്ക് പ്ലേസ്, എവിടെയൊക്കെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ഉള്ള ആർഗ്യുമെന്റ്സ് അത് എൻഡ് ചെയ്യാണ്, അതല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ നിങ്ങളിലേക്കൊരു വഴി തെളിഞ്ഞു വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ്.
എപ്പോഴും ആ ഒരു സമാധാനത്തിന്റെ പാത ഇനി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത്രയും കാലം നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒച്ചയെടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കാം, വളരെ റൂഡായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി സമാധാനത്തിന്റെ പാത മാത്രം ചൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരാവശ്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു ഹെൽപ്പ് വരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുകയാണ് വേണ്ടത്, പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, എനിക്ക് ഒരു ഹെൽപ്പ് വേണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എനിക്ക് വേണം എന്നുള്ളത്, അത് ഡിവൈൻ ഇപ്പോൾ ഓഫർ ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു സമാധാനമില്ലാത്ത അവസ്ഥയെ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയി ആണ് ഇവിടെ കൂടുതലായിട്ട്. അതായത് ചില വ്യക്തികളുടെയൊക്കെ വീടെന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഫൈറ്റിനെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒച്ചയെടുത്ത് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ, ഒരു കലഹം നിറഞ്ഞ സാഹചര്യമാണ് ഇവിടെ പല വ്യക്തികൾക്കും സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ഒരു സൈഡ് ജയിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അതൊരു ആർഗ്യുമെന്റിലാണെങ്കിലും ഒരു ഫൈറ്റിലാണെങ്കിലും ഒക്കെ, അവരുടെ സൈഡ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറഞ്ഞ് ചുറ്റുമുള്ളവരെ ഹേർട്ട് ചെയ്യുക, നിങ്ങളെ ഹേർട്ട് ചെയ്യുക, നിങ്ങൾ തിരിച്ചും ഹേർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ള ഒരു എനർജിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ നിങ്ങൾ ഹേർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കർമ്മയാണ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നത്, ഒരു നെഗറ്റീവ് കർമ്മയാണ്. ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം എങ്ങനെയാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മയുടെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളിലേക്ക് ബൗൺസ് ചെയ്ത് തിരികെ വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മ കോൺഷ്യസ്നെസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടായിരിക്കണം, പീസ്ഫുൾ ആയിട്ടായിരിക്കണം. നിങ്ങളിലേക്ക് തിരികെ വരുന്നതും പീസ് ആയിരിക്കും, സമാധാനമായിരിക്കും നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ജോയ് ആൻഡ് കണ്ടന്റ്മെന്റ് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു നമ്പർ 5 വരുന്ന സമയത്ത് അതൊരു ചേഞ്ചിന്റെയും കൂടെ ഒരു നമ്പറാണ്. നിങ്ങളുടെ സാഹചര്യം ഭയങ്കരമായിട്ട് സാഡ് ആയിരുന്നു, ഡിപ്രസീവ് ആയിരുന്നു, നിങ്ങൾ വളരെ ഡ്രെയിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓവർവെൽഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള സമയമായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഇന്നർ പീസിന്റെ ഒരു കോളിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഒരു ജോയ് ആൻഡ് കണ്ടന്റ്മെന്റ് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ആ ഫസ്റ്റ് മൂവ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരു ഹോബി ആയിരിക്കാം. ആ ഒരു ഹോബിയിലേക്ക് നിങ്ങൾ ഡൈവ് ഇൻ ചെയ്യുക, നിങ്ങൾ അതിലേക്ക് പൂർണ്ണമായും നിങ്ങളെ ഇമേഴ്സ് ചെയ്യുക. ഒരു നേച്ചർ വാക്ക് നടത്തുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ട്രാവൽ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇപ്പോൾ, വാട്ട് എവർ മേക്ക് യു ഫീൽ അലൈവ്, ഡു ദാറ്റ് എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്കിപ്പോൾ വളരെയധികം സന്തോഷം എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഉടനെ തന്നെ ഒരു താമസവും ഇല്ലാതെ അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു സന്തോഷകരമായ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജോയ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ജോയ്ഫുൾ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജോയ്ഫുൾ ആയിട്ടുള്ള, കൂടുതൽ കണ്ടെയ്ൻമെന്റ് തരുന്ന കാര്യങ്ങളെയാണ് ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾ ആ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് അട്രാക്ട് ചെയ്യുകയാണ്. പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളിപ്പോൾ ചെയ്യുക. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഫീൽ ചെയ്യുന്ന എന്ത് കാര്യവും നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതാവാം, ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാവാം. അതെന്താണ് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ ചെയ്യുക. കാര്യം നിങ്ങൾ ചെറിയ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു
ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇപ്പൊ തന്നിരിക്കുന്നത്. കാണുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ യാത്ര. എല്ലാ വ്യക്തികളും അൾട്ടിമേറ്റ്ലി നമ്മൾ സമാധാനത്തിന്റെ ഒരു പാതയിലാണ്. സമാധാനമാണ് നമ്മൾ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് ലഭിക്കുന്ന വഴി എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് നിങ്ങൾക്ക് മെജോറിറ്റി ആൾക്കാർക്കും ഒരു പ്രോബ്ലം ആയിട്ടുള്ളത്. ആ റിലേഷൻഷിപ്സിൽ ഒരു വിജയം നിങ്ങൾക്ക് കണ്ടെത്തുക, അല്ലെങ്കിൽ അവിടെ ഒരു സക്സസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഹീലിംഗിന്റെ എനർജി, ഒരു ലോസിന്റെ ഒരു എനർജി, ഇമോഷണൽ ലോസിന്റെ ഒരു എനർജി, അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു എനർജി. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്കൊരു ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രോമിസ് ചെയ്യുന്നത് ഇമോഷണൽ ലോസ് 5 എന്ന് പറയുന്ന നമ്പർ. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കാർഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. ഈ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനോട് ചേർന്ന് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. മഹാവിഷ്ണു ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ അവതാരമെടുത്ത സമയത്ത് വളർത്തമ്മയായിട്ടുള്ള യശോദയാണ് ഉള്ളത് കൂടെ. അപ്പൊ ഈ വളരെ കുസൃതി നിറഞ്ഞ ഒരു സ്വഭാവമാണ് കട്ടന് ഉള്ളത്. അപ്പൊ ഈ കളിക്കുന്ന സമയത്ത് മണ്ണ് വാരി കഴിക്കുക അതൊരു പ്രധാന വിനോദമാണ്. വെണ്ണ കട്ട് കഴിക്കുക, മണ്ണ് വാരി തിന്നുക. ഇത് അമ്മ അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കൽ മണ്ണ് വാരി വായിലിടുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് വന്ന് ഭയന്ന് ഓടി വരുന്ന യശോദ വളരെയധികം വഴക്ക് പറയാണ്. വാ തുറക്കാനായിട്ട് പറയാണ്, വാ തുറക്കുന്നില്ല. അപ്പോൾ ഒരലിൽ കൊണ്ടുപോയി കെട്ടിയിട്ടതിന് ശേഷം വാ തുറക്ക്, വായിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ ശാസിച്ച് പറയാണ് വായ തുറക്കാൻ വേണ്ടിയിട്ട്. ഈ വായ തുറന്ന് കാണിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും എന്നെ കെട്ടഴിച്ച് വിടില്ല എന്നുള്ളത് കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വായ തുറന്ന് കാണിക്കുകയാണ് അവിടെ കണ്ണൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ആ വാ തുറന്നു കൊടുക്കുമ്പോൾ യശോദ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. കാരണം ബ്രഹ്മാണ്ടം മുഴുവനും ആ കുഞ്ഞു വായിൽ യശോദ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീപ്പർ മീനിങ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു വാചകം തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ തന്നെയാണ് ഈ ബ്രഹ്മാണ്ടം, എന്നിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനുള്ളത്. അതായത് ഞാനും നീയും വിഭിന്നരല്ല, നമ്മൾ എല്ലാവരും ഒരു ഡിവൈൻ പവറിന്റെ ഒരു എൻറ്റിറ്റിയുടെ, ഒരു ഡിവൈൻ എൻറ്റിറ്റിയുടെ പാർട്സ്, പല പാർട്സ് തന്നെയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലെ ലോകം മാറ്റിയാൽ എനിക്ക് പുറത്തുള്ള ലോകവും അതിനനുസൃതമായിട്ട് മാറും എന്നുള്ള ഒരു എനർജിയാണ്. ഈ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഇത് എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു തിരിച്ചറിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധം തരുവാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ടും ലഭിക്കുക. അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആണ് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സാറ്റേൺ എനർജിയാണ് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കിപ്പോൾ ശനിദശയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ കാർമിക് എനർജിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മനഃപൂർവ്വമായിട്ട് ആ തോട്ട്സിനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ചത്തിനെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ ഉള്ളിലെ പ്രപഞ്ചത്തിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? നിങ്ങളുടെ ഇമാജിനേഷൻ കൊണ്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഉണർന്നിരുന്ന് കാണുക. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളല്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള സ്വപ്നം നിങ്ങൾ ഉണർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുക. ഒരു രൂപം പിക്ചറൈസ് ചെയ്തെടുക്കുക.
അത് നിത്യമായിട്ട് നിങ്ങൾ ചെയ്യുക, തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുക, വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് നടന്നടുക്കുന്നതായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഹീലിംഗ് നടക്കും. കാരണം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ ഗോൾസ് ആകും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 21 ഡേയ്സ് ഇത് പരിശ്രമിച്ചു നോക്കുക. അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിനപ്പുറം നിങ്ങൾക്ക് പിന്നീട് ഒന്നിനും പ്രാധാന്യം കൊടുക്കാൻ തോന്നില്ല, നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഏറ്റെടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി. നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ പിന്നീട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളുടെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് സബ് കോൺഷ്യസ് റിയാലിറ്റിയിൽ കൊണ്ട് മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്തു തരും എന്നുള്ളതാണ്. ഇവിടെ ദ വീലാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് ഉള്ളത്. യൂസ് ഇറ്റ് ടു ദ മാക്സിമം. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഓഫർ ആയിട്ട് കൊണ്ടു തന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്താലും അതിന് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിള് അവസാനിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ അതിൽ കൂടി കടന്നുപോയി പഠിച്ച ലെസൺസിന്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ നേടേണ്ടതായിട്ടുള്ള സക്സസ് എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഈ അഫർമേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി ഒരു 3 തവണ വെച്ചിട്ട് ഈ ഒരു അഫർമേഷൻ പറയാവുന്നതാണ്. ഐ എം ബേഴ്സ്റ്റിംഗ് വിത്ത് ലവ് ആൻഡ് ഫുൾ ഓഫ് വൈബ്രന്റ് പോസിറ്റീവ് എനർജി ദാറ്റ് ഫിൽസ് വിത്തിൻ മീ എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് 8 ഓഫ് ഇൻസ്പിറേഷൻ ആണ്. ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെ എന്തിനു നടന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെന്നും ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൾസോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് വേണം എന്ന് നിർബന്ധമേ ഇല്ല. നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാനായിട്ട് സംഭവിച്ചത് സംഭവിച്ചു, അത് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇവിടെ ഹൈ വെലോസിറ്റി ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സ്പീഡിൽ മുന്നോട്ട് പോകാനായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇത് നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷന്റെ പുറകെ നിങ്ങൾ ഓടുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, ആ ഇൻസ്പിറേഷന് നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കുന്നുണ്ട്, അത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓൾസോ നമുക്കിവിടെ സൺ വന്നിട്ടുണ്ട്. അത് ഒരു സക്സസിന്റെ, ഒരു ഗൈഡൻസിന്റെ, ഡാർക്ക്നെസ്സിൽ നിന്ന് ലൈറ്റിലേക്കുള്ള വിസ്ഡത്തിന്റെ ഒക്കെ ഒരു എനർജി ആണ് ഇവിടെ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. സ്പീഡാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഒരു ട്രാവലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ ഒന്ന് റെജുവനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നൊരു സമയമാണ്. ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷൻ ആണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ദിസ് ഇസ് എ റൈറ്റ് മൊമെന്റ്. ഇത് ഒരു ബ്ലിങ്ക് ഓഫ് എ സെക്കൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ചിലപ്പോൾ നഷ്ടപ്പെടാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ, നിങ്ങൾ കൂടുതൽ നേരം ചിന്തിച്ചു നിൽക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. അത് കണ്ണടച്ച് നിങ്ങൾക്ക് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. കാരണം ഇത് സ്പീഡാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. എത്രയും സ്പീഡിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു, അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു റിവാർഡ് പോസിറ്റീവായിട്ട് റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ ജംപ് ഇൻ ടു മോഷൻ എന്നുള്ളതാണ്, മൂവ്മെന്റ്, അതാണ് വേണ്ടത്. ഇറ്റ്സ് ടൈം ആൻഡ് ഗോ ഗെറ്റ് യുവർ ഡ്രീം എന്നുള്ളൊരു എനർജിയാണ് 8 ഓഫ് ഇൻസ്പിറേഷൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് ക്വിക്കായിട്ട് ലഭിക്കാനുള്ള, നമ്മൾ ഒരു 10 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റൈറ്റ് ആക്ഷൻ റൈറ്റ് ടൈമിൽ ഇപ്പോൾ
ഇടുന്നതിലൂടെ നിങ്ങൾക്ക് ഞൊടിയിടയിൽ നേടിയെടുക്കാൻ പറ്റുന്ന ആ സക്സസ് കിട്ടുന്ന ഒരു യൂണിവേഴ്സൽ എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്, പൈൽ നമ്പർ 1. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര സ്പെഷ്യലി നിങ്ങൾ ഹീൽ ചെയ്യുക, റൂട്ട് ചക്രയും നിങ്ങൾ ഹീൽ ചെയ്ത് എനർജി ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യു ഡിസേർവ് ഹാപ്പിനെസ് ആൻഡ് സക്സസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തൊട്ടടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് പൈൽ നമ്പർ 1 പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യെസ്, നമുക്കിനി പൈൽ നമ്പർ 2 റെയിൻബോ സ്റ്റോൺ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 റെയിൻബോ സ്റ്റോൺ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇതാണ് നിങ്ങളുടെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹിഡൻ പാത്ത് ടു സക്സസിലേക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. പീപ്പിൾ, എൽഡർ, പേഷ്യൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ്, 9 ഓഫ് ഇൻസ്പിറേഷൻ, 10 ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ക്വീൻ ഓഫ് ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് പീപ്പിൾ ട്രീ പറയാം. ഓക്കെ, നമ്മൾ ഈ ഒരു പീപ്പിൾ ട്രീ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് തന്നെ എൻലൈറ്റ്മെന്റ് ആണ്. ബുദ്ധ ഭഗവാൻ ഈ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്ത് ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തിയത്, ഒരു ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പീപ്പിൾ ട്രീക്ക് ബോധി മരം എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട്. ദ ട്രീ ഓഫ് അവേക്കനിങ് എന്നുള്ളതാണ്. നമ്മളുടെ സെന്റിമെന്റൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സുകളിൽ നിന്നും നമ്മളെ തന്നെ ഡിറ്റാച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു ട്രീ നമ്മളോട് പറയുന്നത്. ആൻഡ് കണക്ട് യുവർ സെൽഫ് ടു ദ വേൾഡ്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒന്നിനോടും അമിതമായ ഒരു അറ്റാച്ച്മെന്റ് വെക്കാതിരിക്കുക. അതില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പറ്റില്ല, ഇതില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള സ്ട്രിങ്സ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അത് ചെറിയ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, വലിയ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമോ വ്യക്തിയോ, അത് നിങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു അവേക്കനിങ് നിങ്ങൾക്ക് ഇപ്പൊ നടക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. ബി ഓപ്പൺ ടു ദ വേൾഡ് എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ അടച്ചു വെക്കുന്നുണ്ട്, ഒതുക്കി വെക്കുന്നുണ്ട്, ഒരു ഷെല്ലിൽ ഒതുങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തുറന്നു വെക്കുക, അവസരങ്ങളിലേക്ക് തുറന്നു വെക്കുക, എക്സ്പീരിയൻസസുകളിലേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കുക, അത് അനുഭവിക്കാനായിട്ട് നിങ്ങളെ അലൗ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജാണ്. അത് കൂടാതെ ഈ ഒരു പീപ്പിൾ ട്രീ വളരെ അധികം ആയുർവേദിക് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മരമാണ്. ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ടും മുറിവുകൾ ഉണക്കാനായിട്ടും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുറിവുകളെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു മെസ്സേജും കൂടെ വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ മുറിവുകളാണ്, നിങ്ങളുടെ മനസ്സിലുള്ള മുറിവുകളെ നിങ്ങളിപ്പോൾ ഉണക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്കിവിടെ പേഷ്യൻസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ക്ഷമയാണ് ആവശ്യം എന്നുള്ളതാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ സക്സസിലേക്ക് നിങ്ങൾക്ക് വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ഷമയാണ്. ഈ ക്ഷമ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അതായത് നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ ആവശ്യമാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ്സ്, ഒരു മോഡറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ മറ്റു വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവരെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, പക്ഷെ അത് അവരെങ്ങനെ എടുക്കും എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. നിങ്ങൾ പറയുന്നതേ ആയിരിക്കണമെന്നില്ല അവരെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ട് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിന് ആ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റു വ്യക്തികളുടെ ഐഡിയാസും തോട്ട്സും അതുമൊക്കെ നിങ്ങൾ പേഷ്യൻസോട് കൂടിയിട്ട് കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ബി ഓപ്പൺ ടു യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് എന്നുള്ളതാണ്. ഹൃദയം കൊണ്ടും അതുപോലെ തന്നെ ബുദ്ധി കൊണ്ടും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അതിന് ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. വളരെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ്. ലിസണിങ്, ഷെയറിങ് ആൻഡ് റീച്ചിങ് ഔട്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഒരു ബാലൻസ് ആണ്, ഒരു ഗ്രിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ മറ്റു വ്യക്തികൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മറ്റു വ്യക്തികളെയും മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ തിരിച്ചറിയുക. വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിപ്പോൾ ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക. ആങ്കർ മാനേജ്മെന്റ് പരിശീലിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് എൽഡർ. ഈ ഒരു കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഹീലിംഗ് ത്രൂ ദ ലീനിയേജ് എന്നുള്ള ഒരു മെസ്സേജാണ്. അതായത് നിങ്ങൾ ഒരു വളരെയധികം എക്സ്പീരിയൻസസ് നേടിയെടുത്തിട്ടുള്ള ഒരു സോളാണ്. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് ഒരു പ്രഷർ തരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. നിങ്ങളിൽ വല്ലാത്ത ഒരു എക്സ്പെക്ടേഷൻ നിങ്ങളുടെ ഫാമിലി വെക്കുന്നുണ്ട്, പ്രഷർ നിങ്ങളിൽ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈം എടുത്തത്, നിങ്ങളുടെ സോള് ഈ ഒരു രൂപത്തിൽ ഈ ഭൂമിയിൽ ഈ ടൈം ലൈനിൽ ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഓൺ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനാണ്. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറി എഴുതി വെക്കാനല്ല, അത് ജീവിച്ചു തീർക്കാനല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസസും അതിൻ്റെ വിസ്ഡവും നിങ്ങളുടെ സോളിലുണ്ട്. അത് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾ തിരിച്ചറിയണം അത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്റ്റോറിയിലല്ല നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്റ്റോറി എഴുതാൻ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. മറ്റു വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോറി എഴുതാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റോറി അവരുടെ ആഗ്രഹത്തിന് ഒപ്പിച്ചാണെങ്കിൽ അത് അവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങളെ കുറിച്ചാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതവും ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരിക. അതൊരു ഹീലിംഗ് തന്നെയാണ്. അതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇതൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് പോലെയാണ്. അതായത് നിങ്ങളുടെ പാരൻസ് ജീവിക്കുന്നു, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ജീവിച്ച രീതിയിൽ, അവരുടെ പാരൻസ് ജീവിച്ച രീതിയിൽ, അങ്ങനെ ഒരു പാറ്റേൺ പോലെ, ഒരു ട്രഡീഷൻ പോലെയൊക്കെ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ യൂണിവേഴ്സ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളെ. നിങ്ങൾക്ക് ഒരു ഫ്രീഡമാണ് ആവശ്യം. അത് നിങ്ങളുടെ ഫാമിലിയെ തന്നെ ടോട്ടാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനും ഒരു ബ്ലെസ്സിങ് നിങ്ങൾ കൊടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതും ആ ഒരു ഫ്രീഡം കൊടുക്കാനാണ്. ഇത് നിങ്ങളുടെ ഫാമിലി ലീനിയേജിന് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിലൊക്കെ ഒരു ഹീലിംഗ് കൊണ്ടു കൊടുക്കും എന്നുള്ള ഒരു എനർജിയാണ്. പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുക, ഇതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനും, നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റലേഷൻ, അതിന് തന്നെ ടോട്ടാലിറ്റിയിൽ ഒരു പ്രോഗ്രസ്, ഒരു ഗ്രോത്ത്, ഒരു സക്സസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ആക്ഷൻസിലൂടെ അതിന് സാധിക്കുമെന്നുള്ള ഒരു എനർജിയാണ്. കാരണം ഇവിടെ ഒരു പാറ്റേൺ അൺനെസസറി ആയിട്ട് ഫോം ആയി വന്നിട്ടുണ്ട്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് വേണ്ടാത്ത അത് വളരെ കണ്ടീഷൻഡ് ആയി പോയിട്ടുണ്ട് ഇപ്പോൾ. അതങ്ങനെ ഒരു റൂളായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ ആ റൂള് ബ്രേക്ക് ചെയ്ത്, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ കൂടുതലായിട്ട് ഡിവൈനോട് അടുത്ത് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വിചാരിക്കുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു സക്സസ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
കൊണ്ടുതരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ ഉള്ളത്. അടുത്തതായിട്ട് നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. യെസ്, ഇത് എൽഡർ വന്നു, നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് വന്നു. അതായത് നിങ്ങളുടെ സോള് ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസസ് അനുഭവിച്ച് ഒരു വിസ്ഡം നേടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ അറിയാം നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഇപ്പോൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു റിവാർഡ് തരുന്നതാണ്. ഈ ഒരു ചാലഞ്ചസ്, ഈ ഒരു ഹാർഡ്ഷിപ്സ് ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് ഇത്രയും ലെസൺസ് നിങ്ങൾ പഠിച്ചു, അതിൻ്റെ ഒരു ഇന്നർ പീസിലേക്കും ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയിലേക്കുമാണ് നിങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അത് ഉടനെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങളുടെ വിസ്ഡം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. ആ വാല്യുബിൾ ആയിട്ടുള്ള വിസ്ഡത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ കോൺഫിഡൻസ് ആണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങളിപ്പോൾ നേടിയെടുക്കേണ്ടത്. കാരണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും ചെയ്ത് ഈ ലോകത്തു നിന്ന് പോകാൻ വന്ന വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങളുടെ ചാലഞ്ചസ് നിങ്ങളെ യഥാർത്ഥ നിങ്ങളാക്കി മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് സ്വയം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് ഇതുവരെ എന്ത് പഠിച്ചു? ഒരു സെൽഫ് അനാലിസിസ് നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നത് വഴി നിങ്ങളിപ്പോൾ ഒരു ടണലിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലാണ് ഉള്ളത്. ഈ ആൻസേഴ്സ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ടണൽ എന്ന് പുറത്തു കടന്ന് ഒരു വലിയ ലോകത്തിലേക്ക്, വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെ നിങ്ങളെ കാത്ത് ഇരിക്കുന്നത് ഫെയിമാണ്, റിവാർഡാണ്, റെക്കഗ്നീഷൻ ആണ്, സക്സസ് ആണ്. ആ സക്സസിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇവിടെ നിങ്ങൾക്ക്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ 9 ഓഫ് ഇൻസ്പിറേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് കളർ, കളർ ഓഫ് പാഷൻ, അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്രൽ ചക്ര, നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വിജയം നേടിയെടുക്കേണ്ടവരാണ്. സ്വന്തമായിട്ട് നിങ്ങളുടെ ഫിനാൻസ് അക്യുമുലേറ്റ് ചെയ്യേണ്ടവരാണ്. സ്വന്തമായിട്ട് ഒരു മാർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട വ്യക്തികളാണ്. ഒരു പേര് ഉണ്ടാക്കിയെടുക്കേണ്ട വ്യക്തികളാണ്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഫാമിലി പ്രൗഡ് ആവുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഒളിഞ്ഞു കിടക്കുന്ന ആഗ്രഹങ്ങളാണ്. നിങ്ങൾക്ക് എത്രത്തോളം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിലും നിങ്ങളത് ചെയ്യുക. നിങ്ങളിപ്പോൾ സക്സസ്സുമായിട്ട് വളരെ അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഫാമിലിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തികളോടായിരിക്കും നിങ്ങൾക്ക് ഈ വിജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതെല്ലാം നിങ്ങൾ വിജയിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് അത്രത്തോളം പ്രധാനമാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് സത്യസന്ധമാണ്, നിങ്ങളുടെ ആഗ്രഹമാണത്, നിങ്ങളുടെ പാഷനാണ്. അതിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 10 ഓഫ് ഇൻസ്പിറേഷൻസ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബേർഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബേർഡൻസ് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് ടൈം എന്നുള്ളതാണ്. നിങ്ങളുടെ സക്സസിലേക്ക് നിങ്ങൾ വളരെ ക്ലോസ് ആണ്, അടുത്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ബാഗേജ് കാരണം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ നിങ്ങൾക്കറിയാം നിങ്ങളത് ചെയ്താൽ വിജയിക്കും, നിങ്ങൾക്കതാണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങൾക്കിതിനുള്ള മാർഗങ്ങൾ എല്ലാം അറിയാമെങ്കിലും നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിനെക്കാട്ടിലും നിങ്ങൾ പ്രയോറിറ്റി മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള ബേർഡൻസിൽ നിന്നും നിങ്ങളെ തന്നെ ഡിസ്റ്റൻസ് ചെയ്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ കാർഡ്സിൽ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ഫാമിലിയിൽ നിന്നും നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പാതയും ഇതുവരെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവര് ഫോളോ ചെയ്തതിൽ നിന്നും അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് വെച്ചിരിക്കുന്ന എക്സ്പെക്റ്റേഷനിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും
ഒക്കെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതെങ്കിലും ഒരു റൂള് ഫോളോ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്താൻ തയ്യാറാവാത്ത അത്രയും പവർഫുൾ ആണ്, ക്രിയേറ്റീവ് ആണ്, അത്രയും വിസ്ഡം ഉള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ഒതുക്കി നിർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടൊരു റെഗുലർ ലൈഫ് ലീഡ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പറ്റാത്ത വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ സ്പെഷ്യലാണ്, പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് പാഷൻസ് ആണ്, ഐഡിയാസ് ആണ്, ക്രിയേറ്റിവിറ്റി ആണ്, വേഴ്സറ്റാലിറ്റി ആണ്, ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് മറ്റുള്ള ഒരാൾ ജീവിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. നിങ്ങളുടെ സ്റ്റോറി വ്യത്യസ്തമാണ്. ആ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങളെ തടയുന്ന ഫാക്ടേഴ്സിനെ ഫൈറ്റ് ചെയ്ത് എതിർത്ത് തോൽപ്പിച്ച് നിങ്ങൾ മുന്നേറേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് ഇൻസ്പിറേഷൻ ആണ്. ഈ ഒരു സക്സസിന് വേണ്ടിയിട്ടുള്ളത് കോൺഫിഡൻസ്, എൻതൂസിയാസം, നിങ്ങളുടെ ഉള്ളിലെ ആ തീ അണയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ എത്രയും എഗെയിൻസ്റ്റ് ആണെങ്കിലും ആ തീ അണയാതെ കെടുത്താതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതിന് നിങ്ങൾ വളരെ ബോൾഡ് ആവണം, വളരെ പവർഫുൾ ആവണം. സ്റ്റേൺ ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ലോകത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ, പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ ശബ്ദം ഉയർത്തേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ നമുക്കൊരു ലെപ്പേർഡിനെ കാണാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആനിമലാണ്, വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. ഈ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, പ്രാക്ടിക്കൽ ആക്കേണ്ടത് നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ട്. എത്രമാത്രം വാല്യുബിൾ ആണ് നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ലോകത്തെ അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഐഡിയാസിൻ്റെ ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണം. അതിന് നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് എക്സ്പ്രഷൻ, ബോൾഡ്നെസ് ആൻഡ് കറേജ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഐഡിയാസിനോട് ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാനുള്ള കറേജാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ കാർഡ്സ് എല്ലാം തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള മെസ്സേജാണ്. എൽഡർ എന്ന് പറയുമ്പോഴും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടത്തിന്റെ തലവൻ എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു കൂട്ടം ആൾക്കാരെ നയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ഉയരുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് ആദ്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സ്ട്രെങ്ത് ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങളുടെ സക്സസിലേക്ക് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഓടി അടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാജിക് ഉണ്ട്. ലൈഫിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനുള്ള ഒരു മാജിക്കൽ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത്രയും ക്രിയേറ്റീവ് ആണ്, അത്രയും പാഷനേറ്റ് ആണ് നിങ്ങൾ. ലൈഫിനോട് നിങ്ങൾക്കുള്ള ഒരു പാഷൻ, അത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു എനർജി അല്ല, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഡ്രീംസിന്റെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ അതിൻ്റെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇതിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് മൈ പീസ് ലീവ്സ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, ഐ മിനിമൈസ് ദ നോയ്സ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ് അറൌണ്ട് മീ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം 3 തവണയെങ്കിലും വെച്ച് പറയാവുന്നതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ പാഷനിൽ നിന്നും നിങ്ങളുടെ ഡ്രീംസിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, അതായത് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, നിങ്ങളുടെ ചുറ്റുമുള്ളത്. അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പറയുന്ന സമയത്ത് അതൊന്നും വേണ്ട, അത് റിസ്ക് ആണ്, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അത്രയൊന്നും പ്രൊവൈഡ് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങളുടെ ഫാമിലി ഒക്കെ നിങ്ങളുടെ ഐഡിയാസ് വളരെ ട്രാൻസ്ഫോമിങ് ആയതുകൊണ്ട് അതൊരു എക്സ്പെരിമെന്റ് പോലെ എല്ലാവർക്കും പരീക്ഷിക്കാൻ ഭയമാണ്. കാരണം അവിടെ റിസ്ക് ഇൻവോൾവ് ആണ്, ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, കാരണം അത് പുതിയതാണ്. അപ്പൊ അത് എക്സ്പെരിമെന്റ് ചെയ്യാനോ ആർക്കും തയ്യാറല്ല, ആർക്കും താല്പര്യമില്ല, തയ്യാറല്ല, എല്ലാവരും ഭയത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കംഫർട്ടിൽ
ഇതുവരെ അവർക്ക് അറിയാവുന്നതിൽ ഫോളോ ചെയ്തു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അതിനുള്ള എല്ലാ അറിവുകളും കഴിവുകളും നിങ്ങൾക്കുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക. അതാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ജസ്റ്റിസ്. ഇത് നിങ്ങൾക്ക് സക്സസ് നേടിത്തരും എന്നുള്ളതാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചൂസ് ചെയ്ത് റെയിൻബോ സ്റ്റോൺസ് പോലെ തന്നെ വേഴ്സറ്റൈൽ ആണ്, ഡൈവേഴ്സിഫൈഡ് ആണ് നിങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസും. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡിംഗ് പഠിക്കണം എന്നൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ടും ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി പൈൽ നമ്പർ 3 വൈറ്റ് സ്റ്റോൺ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 വൈറ്റ് സ്റ്റോൺ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഹിഡൻ പാത്ത് ടു സക്സസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ഹോളി, വിന്റർ, സാക്രിഫൈസ്, ഫൊർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, 4 ഓഫ് ഇമോഷൻസ്, മ്യൂസ് ഓഫ് മെറ്റീരിയൽ, പേജ് ഓഫ് ഇൻസ്പിറേഷൻ. ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്ക് ആദ്യം ഈ ഒരു കാർഡ് നോക്കാം. ഹോളി എന്ന് പറയുന്ന ഒരു കാർഡ്. ഇത് ആക്ച്വലി ഹോളി വളരെ സ്പൈനി ആയിട്ടുള്ള ലീവ്സ് ഉള്ള, റെഡ് ബെറീസ് ഉള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ്, ഒരു മരമാണ്. അപ്പം ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളും വളരെ പെട്ടെന്ന് റെക്കഗ്നൈസ്ഡ് ആവുന്ന വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത്. അതായത് കൂട്ടത്തോടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടും നിങ്ങളുടെ ഒരു ഓറ കൊണ്ടുമൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ ഒരു റെഡ് കളറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണ്ട് കാലം മുതൽ ഈ ഒരു റെഡ് എന്ന് പറയുന്ന കളർ ഈവിൾ ഡിസ്പെല്ലർ ആയിട്ടാണ്, ഈവിളിനെ നശിപ്പിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മരം, ലീവ്സും ബെറീസും എല്ലാം നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്പൈൻ ലീവ്സ് എന്ന് പറയുന്നത് കുറച്ച് തോണി ആയിട്ടുള്ള ഒരു മുള്ളു പോലെ നിൽക്കുന്നത് നമ്മൾക്ക് സ്പിരിച്വലി ഒരു സിഗ്നിഫിക്കൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇവളൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് കടക്കാതെ നമ്മളെ ഒരു ബാരിയർ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ വീടുകളിൽ മതിലിനോട് ചേർന്ന് ബൗണ്ടറിയിൽ നമ്മൾക്ക് കള്ളിമുൾ ചെടികൾ, തോൺസ് ഉള്ളത് നമ്മൾ വെക്കുന്നത് നല്ലതാണെന്ന് പറയും. കാരണം പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജീസിനെ അകത്ത് കടക്കാൻ അനുവദിക്കാതെ ഈ ചെടി അതെല്ലാം അബ്സോർബ് ചെയ്ത് എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തോൺസ് വെക്കാനും പാടില്ല. കാര്യം ഈ നെഗറ്റിവിറ്റി അവർ അബ്സോർബ് ചെയ്ത് അവരിൽ തന്നെ അത് നിൽക്കും. ആ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലേക്ക് അത് നിറച്ച് കൊണ്ടുവയ്ക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വീടുകളുടെ ഉള്ളിൽ നമ്മൾ തോൺസ് ഉള്ളത്, മുള്ളുള്ള ചെടികൾ വെക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അവരുടെ ചിന്തകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നിങ്ങളുടെ ചിന്തകളെ മലിനമാക്കുന്നുണ്ടെങ്കിൽ, അവരുടെ കണ്ണിൽ കൂടി നിങ്ങൾ ലോകത്തെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ വിന്റർ വന്നിട്ടുണ്ട്, അതുപോലെ ക്രിസ്മസ്, വിന്റർ ആൻഡ് 4 ഓഫ് ഇമോഷൻസ്, ഇതെല്ലാം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. കാര്യം വിന്റർ എന്ന് പറയുമ്പോൾ പല ആനിമൽസും ഹൈബർനേഷൻ മോഡിൽ പോകുന്ന സമയമാണ്, ഇനാക്റ്റീവ് ആകുന്ന സമയമാണ്. ആ ഒരു സമയത്ത് അവര് പാസ്റ്റിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുകയാണ്, എന്നിട്ട് അവരൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു സമയം. ഈ 4 ഓഫ് ഇമോഷൻസും നിങ്ങളുടെ പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പാസ്റ്റിൽ കുടുങ്ങി നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ഇനാക്റ്റീവായ അവസ്ഥ. ഇവിടെ സാക്രിഫൈസ് കാർഡും വന്നിരിക്കുന്നത് അതൊരു ഹാൻഡ് മാൻ എനർജിയാണ്, സ്റ്റക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഇന്റൻഷൻസ് പലപ്പോഴും
പോസിറ്റീവ് ആവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാവണമെന്നില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളെ ഉപയോഗിക്കുന്നതായിരിക്കും, നിങ്ങളെ ഒരു ടൂൾ പോലെ ഉപയോഗിക്കുന്നതായിരിക്കാം. ഇത് മനസ്സിലാക്കി നിങ്ങൾ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു മെഴുകുതിരി കത്തുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഈ മെഴുകുതിരി കത്തുന്ന സമയത്ത് ലൈറ്റ് പുറത്തേക്ക് വരും, സെന്റഡ് കാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും. ഇതൊക്കെ പുറത്തേക്ക് കൊടുത്തതിന് ശേഷം ഈ മെഴുകുതിരി തനിയെ കത്തി ഇല്ലാതാവുകയാണ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി എല്ലാം എടുത്തിട്ട് അത് നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഗോൾസ്, ഡ്രീംസ് ഇതൊക്കെ ഇല്ലാതാവുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാം നിങ്ങൾ മറ്റു വ്യക്തികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങൾ ഈ തിരിച്ചറിവോട് കൂടിയിട്ട് നിങ്ങൾ ആളുകളുമായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ് ആവശ്യം. അതുപോലെ ഇതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ ഒരു ഹോളി ട്രീയുടെ ട്രങ്ക് എന്ന് പറയുന്നത് വൈറ്റ് വുഡാണ്. ഇത് വൈറ്റ് കളർ ഒരു പീസിന്റെ ഒരു പ്യൂരിറ്റിയുടെയും ഒക്കെ ഒരു കളറാണ്. അപ്പം റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇവളിനെ ഇല്ലാതാക്കി റെഡ് കൊണ്ട് ആൻഡ് വൈറ്റിലേക്ക് വരുന്നു, പ്യൂരിറ്റിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പം വൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അത്രയും പ്യുവർ ആയിട്ടുള്ള സോൾസ് ആണ്, നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള സോൾസ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് റൈറ്റ്, നിങ്ങൾക്ക് എന്താണ് റോങ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെ മറ്റുള്ളവര് പറയുന്നത് കേട്ട് അതാണ് ശരി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹോളി ട്രീ നമ്മൾ പലപ്പോഴും ടീ ആയിട്ട് കുടിക്കാനൊക്കെ പല സെറിമണീസിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനത്രയും സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ സ്പിരിച്വാലിറ്റിയെ നിങ്ങൾ എംബ്രേസ് ചെയ്യുക. മറ്റുള്ളവരുടെ മലിഫിക് തോട്ട്സിനെയും അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഇന്റൻഷനെയും ഒപ്പീനിയൻസിനെയും കാട്ടിലും പവർഫുൾ ആണ് നിങ്ങളുടെ ഉള്ളിലെ സ്പിരിച്വാലിറ്റി എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സാക്രിഫൈസ് ആണ്. ഇതൊരു ഹാങ്ഡ് മാൻ എനർജി ആണ്. അതായത് ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ തല കുത്തനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈ തല കുത്തനെ നിൽക്കുന്ന വ്യക്തി മറ്റു വ്യക്തികൾ കാണുന്ന ഒരു ആംഗിളിലേ അല്ല ലോകത്തിനെ കാണുന്നത്. അയാൾക്കൊരു വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളും. ഇവിടെ നമുക്ക് റെയിൻബോ കാണാം. നിങ്ങൾ വളരെ വേഴ്സറ്റൈൽ ആണ്, നിങ്ങളുടെ ഐഡിയോളജി ഡിഫറെൻ്റ് ആണ്, മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായ ഐഡിയാസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഈ വ്യത്യസ്തതയെ നിങ്ങൾ എംപ്രൈസ് ചെയ്യാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റക്നെസ് നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തല കുത്തി നിൽക്കുന്ന സമയത്ത് ഒരാൾ നേരെ കാണുന്ന ആംഗിളിലല്ല, ആ കാഴ്ചയെ അല്ല നിങ്ങൾ കാണുന്നത്. അപ്പം എല്ലാ സിറ്റുവേഷൻസിൻ്റെയും ഒരു മറുവശമുണ്ട്, ഒരു അതർ സൈഡ് ഉണ്ട്. ആ സൈഡ് കാണാനായിട്ട് ശ്രമിക്കുക. അവിടെ നിങ്ങളുടെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു എനർജിയാണ്. ഈ ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ സക്സസ്സിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് വിന്റർ വന്നിട്ടുണ്ട്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്നുള്ളതാണ്. ഇവിടെ ഡു എവറിത്തിങ് യു നീഡ് ടു ബി അറ്റ് യുവർ ബെസ്റ്റ്. അതായത് നിങ്ങളുടെ ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം പരിശ്രമിക്കുക, എല്ലാം ചെയ്യുക, എല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ്. ഇനാക്റ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തു വരേണ്ട ഒരു സമയമാണ്. ഇപ്പം ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ഫിയർ അതിനെ മറികടക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ ഫോക്സ് ആണ് കാണുന്നത്. നമുക്ക് ഫോക്സ് എന്ന് പറയുമ്പോൾ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ആനിമലായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ തന്ത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു
മെസ്സേജാണ് ഇവിടെ വരുന്നത്. ഫോക്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളിപ്പം വിജയിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ചില സമയത്ത് നമുക്ക് ഹാർഡ് വർക്കിനെക്കാട്ടിലും നമുക്ക് സ്മാർട്ട് വർക്കാണ് ആവശ്യം. ഫോക്സ് എന്ന് പറയുന്നത് കണ്ണിങ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് നമ്മൾ തന്ത്രപരമായി കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ പോളിഷ്ഡ് ആയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. മറ്റ് മൃഗങ്ങളെ പോലെ ഈ വിന്റർ ടൈമിൽ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നില്ല ഈ ഒരു ഫോക്സ്. എപ്പോഴും ആക്റ്റീവാണ്. അതായത് എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെയും അതിജീവിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അത് പ്രാപ്തനാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എത്ര ഡിമാൻഡിങ് ആണ് എങ്കിലും എത്ര ചാലഞ്ചിങ് ആണെങ്കിലും ആ ചാലഞ്ചസിനെ മറികടക്കാനുള്ള ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അത് മറികടക്കുക എന്നുള്ളതാണ്. അതായത് തന്ത്രങ്ങളിലൂടെ നിങ്ങൾ ഒരു സൊല്യൂഷനിൽ എത്തുക, സാഹചര്യത്തിനെ മറികടക്കുക എന്നുള്ളതാണ്. ഇവിടെ ബുദ്ധിക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ബുദ്ധിപരമായ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടതാണ്. അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കതിനുള്ള ഒരു വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവ് ഉള്ളവരാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില സാഹചര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കൊരു സാഹചര്യത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് വരുന്നതിനെ നമുക്ക് ചില സമയത്ത് ഡിലേ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിലേ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവഞ്ച്വലി ആ ഡിലേ എന്ന് പറയുന്നത് അവസാനം ആ ഒരു പ്രോബ്ലം നിങ്ങളിൽ നിന്ന് മാറുന്ന ആ ഒരു സമയം വരെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണം, ഒരു സ്റ്റോറി പറയാം. ശനി ഒരു കാർമിക് ജഡ്ജാണ് നമ്മൾ എപ്പോഴും പറയും. ശനിയുടെ ഒരു സമയം, ശനിയുടെ പീരീഡ്സ്, സാറ്റേൺ പീരീഡ്സ്, കണ്ടക ശനി, അതുപോലെ ഏഴര ശനി എന്നൊക്കെയുള്ള സമയത്ത് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചാലഞ്ചസ് ആണ് വരുന്നത്. അതായത് അവൻ്റെ തെറ്റുകൊണ്ടല്ലാത്ത കാര്യങ്ങൾക്ക് പോലും അവനെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ അവന് വന്ന് പെടും. അതൊക്കെ അവൻ്റെ പാസ്റ്റ് ലൈഫിലെ കർമ്മ കൊണ്ടാണ് അവനത് വരുന്നത്. അപ്പൊ ശനിയുടെ ഗുരുവായിട്ടൊരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് ശനി ആവശ്യപ്പെടുകയാണ്, ശനി പറയാണ് ഗുരുവിനോട്, ഞാൻ താങ്കളുടെ ജന്മരാശിയിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ സമയമായിട്ടുണ്ട്. അതായത് ഏഴര ശനി വരുന്ന സമയത്ത് നമ്മളുടെ ജന്മരാശിയിൽ നിന്നും 12, 1, 2 എന്ന ഭാവങ്ങളിൽ ഓരോ രാശിയിലും 2.5 വർഷം, അങ്ങനെ 3 രാശിയിലും കൂടി 7.5 വർഷമാണ് ഒരു വ്യക്തിക്ക് ഏഴര ശനി ഉള്ളത്. അപ്പോൾ ഗുരുവിന്റെ ഏഴര ശനി സമയമാവേണ്ടതായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയി. അപ്പൊ ശനി ഇൻഫോം ചെയ്യാണ് എനിക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഗുരു ആവശ്യപ്പെടുകയാണ്, ഒരിക്കലും അത് ചെയ്യരുത്, സ്പെയർ മീ, 7.5 വർഷം അത് ഞാൻ അലൗ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ ശനി അത് സംസാരിച്ച് കുറച്ച് കൂടി സമയം കുറച്ചു കൊടുത്തു. അങ്ങനെ 1 ദിവസം, 2 ദിവസം, 2.5 ദിവസം ഒക്കെ പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ ഗുരു ആവശ്യപ്പെട്ടത് പ്രകാരം 3.25 മണിക്കൂർ മാത്രം ശനി അതിൽ കൂടി സഞ്ചരിക്കുമെന്നുള്ള ഒരു പ്രോമിസ് കൊടുത്തു. അപ്പോ ഗുരു മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ 3.25 മണിക്കൂർ കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാറ്റർഡേ ആ ഒരു ഗെയ്സ് അത്രയും സമയമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഭൂമിയിൽ പോയിട്ട് ഗംഗയിൽ മുങ്ങി കുളിക്കാം. അപ്പൊ എൻ്റെ പാപങ്ങളും ഒക്കെ തീരും, എനിക്കൊന്നും സംഭവിക്കാനില്ല. ആ ശനിയുടെ ഒരു ഗെയ്സ് തീരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരാം എന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹം ഭൂമിയിലേക്ക് പോവാണ്. അങ്ങനെ കാട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് ഒരു വാട്ടർമെലൺ വിൽക്കുന്ന ഒരു വ്യാപാരിയെ കാണുകയാണ്. അപ്പൊ ഈ ഒരു വാട്ടർമെലൺ വളരെ ജ്യൂസി ആയിട്ട് നല്ല റെഡിഷ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു ഫ്രൂട്ട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ 2 വാട്ടർമെലൺ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. 2 വാട്ടർമെലൺ വാങ്ങിച്ച് സൂക്ഷിക്കുന്നു. അദ്ദേഹം ഇതുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ രാജാവിന്റെ മകനെ കാണാനില്ല, മകനെയും സുഹൃത്തിനെയും കാണാനില്ല. അപ്പൊ ഭടന്മാർ അന്വേഷിച്ചു വരികയാണ്.
അപ്പൊ അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു. ആ ബ്രാഹ്മണന്റെ തോളില് ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയില് ബ്ലഡ് ഒലിക്കുകയാണ്, രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ ഭടന്മാര് അവിടെ തടഞ്ഞു നിർത്തി ഈ ബ്രാഹ്മണനെ. അത് ഈ ഗുരുവാണ്. ഈ ഗുരുവിനോട് പറയാണ് എന്താണ് സഞ്ചിയിൽ. അപ്പൊ ഗുരു പറയുന്നുണ്ട്, നിഷ്കളങ്കമായി പറയാണ്, അത് വാട്ടർമെലൺ ആണ്, തണ്ണിമത്തനാണ് എന്ന് പറയാണ്. അപ്പൊ അതിൽ എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്താണ് ഗുരു അത് തിരിച്ചറിയുന്നത്, ഇതിൽ നിന്ന് രക്തം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ആ സഞ്ചി ബാഗ് അവര് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് ഈ കാണാതായ വ്യക്തികളുടെ തല രക്തത്തിൽ കുളിച്ച് ആ സഞ്ചിയിലിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ ഗുരുവിനെ അവര് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വിധിക്കുകയാണ്. രാജാവ് വിധിക്കുകയാണ്. അപ്പോഴാണ് ഗുരുവിന് മനസ്സിലായത് ഇത് ശനിയുടെ കളിയാണ് എന്നുള്ളത്. ശനിയുടെ ഗെയ്സിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഗുരു എന്താണ് ചെയ്തത്, എനിക്ക് ഈ 3.5 മണിക്കൂർ എങ്ങനെയെങ്കിലും ഈ ഒരു ജഡ്ജ്മെന്റ് നീട്ടിവെക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഈ ഒരു 3.5 മണിക്കൂറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇവരോട് പറഞ്ഞ് ഇത് നീട്ടിവെക്കുക എന്നുള്ള ഒരു തോന്നലാണ് ഗുരുവിനുണ്ടായത്. അങ്ങനെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ ഒരു ജഡ്ജ്മെന്റ് നടപ്പാക്കാൻ ഒരു സമയം 3.5 മണിക്കൂറത്തേക്ക് നീട്ടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൃത്യം 3.5 മണിക്കൂർ കഴിയുന്ന സമയത്ത് ശനിയുടെ ഒരു ദൃഷ്ടി പതിച്ചിരുന്നത് അവസാനിക്കുകയും അപ്പൊ തന്നെ ഈ കാണാതായി എന്ന് വിചാരിക്കുന്ന രാജാവിന്റെ മകനും അദ്ദേഹത്തിന്റെ സുഹൃത്തും രാജസന്നിധിയിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഭാണ്ഡക്കെട്ട് നോക്കുമ്പോൾ അത് തിരിച്ചു വീണ്ടും വാട്ടർമെലൺ ആയി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറി നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണെങ്കിലും ജീവിതത്തിൽ എത്ര വലിയവനാണെങ്കിലും അവൻ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം എപ്പോഴെങ്കിലും അവന് വരും. അത് എങ്ങനെ ബുദ്ധിപരമായി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ സക്സസ് ഉണ്ടാവുന്നത്. ആ ഗുരുവിന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ ബുദ്ധിപരമായിട്ട് ആ സമയത്ത് ചിന്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ പുറത്തു കടക്കുക പ്രശ്നങ്ങളിൽ നിന്ന്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ടുള്ള സക്സസ് നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ള ഒരു എനർജിയാണ്. അപ്പൊ അതിന് നിങ്ങളുടെ പാസ്റ്റ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ചേഞ്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഹയസ്റ്റ് സെൽഫിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നിങ്ങൾ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് ഞാൻ ഇനിയും അങ്ങനെ തന്നെ തുടരണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് ആഗ്രഹം അതിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരു നിങ്ങളെ നിങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുക. അതിന് നിങ്ങൾ ബോൾഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോൾഡ് ആവുക. കറേജസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറേജസ് ആവുക. അതിന് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ ഒരു ഷേപ്പിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുക. അതാണ് നീഡ് ഓഫ് ദ അവർ. നിങ്ങളുടെ സക്സസിന് അതാണ് ഇവിടെ വേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ്. അതുപോലെ ഇവിടെ ഫൊർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ നിങ്ങളോട് മറ്റ് വ്യക്തികൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ ക്ഷമിക്കുക. കാരണം അവരൊക്കെ തന്നെ ഒരു ടൂള് മാത്രമാണ്. നിങ്ങളുടെ കർമ്മ ഇവിടെ നടപ്പിലാക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എല്ലാ വ്യക്തികളും സാഹചര്യങ്ങളും എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാഹചര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നത് നിങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത്. നിങ്ങൾ ഒരാളോട് ദേഷ്യം വെക്കുമ്പോൾ, സങ്കടം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ, പക സൂക്ഷിക്കുന്ന സമയത്ത് അത് ലെറ്റ് ഗോ ചെയ്യാതെ മനസ്സിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ലോ ഫ്രീക്വൻസിയിലേക്ക്, ലോ വൈബ്രേഷനിലേക്ക് പോവാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യുന്നത് ഹെയ്റ്റോ ഗ്രഡ്ജോ
അതല്ലെങ്കിൽ ദേഷ്യമോ ആങ്കറോ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കർമ്മ ചെയ്തിട്ടുണ്ട്, ആ കർമ്മയുടെ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കണം. അതായത് നമ്മളിപ്പോൾ ഗുരുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ അതിൽ തെറ്റ് ചെയ്തു, യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യാത്ത ഗുരു തെറ്റ് ചെയ്തു എന്ന സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണശിക്ഷ വിധിക്കുന്ന രാജാവ്, ആ രാജാവിനോട് ആ ഗുരുവിന് ദേഷ്യം തോന്നിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ആ രാജാവിൻ്റെ അറിവ് വെച്ചിട്ട്, ആ സമയത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് വിധിയുടെ ഒരു കളിയാണ്. അത് ആ ഗുരുവിൻ്റെ കർമ്മയായിരുന്നു അത് അനുഭവിക്കുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കർമ്മയാണ് അദ്ദേഹത്തിനെ അതിൽ നിന്നും രക്ഷിച്ചത്. അദ്ദേഹം അവിടെ ആ രാജാവിനെ ശപിക്കാൻ നിന്നിരുന്നെങ്കിൽ, ബ്രാഹ്മണനാണ്, വളരെ ശക്തനായ ഒരു ഗുരുവാണ്, അദ്ദേഹത്തിന് ശപിക്കാം. പക്ഷെ അവിടെ പോംവഴി എന്ന് പറയുന്നത് ആ ശാപമല്ല, അതല്ലെങ്കിൽ രാജാവിനോടൊരു ദേഷ്യം തോന്നുകയോ പക മനസ്സിൽ വെച്ച് പുലർത്തുകയോ ചെയ്യുകയല്ല അവിടെ വേണ്ടത്. മറിച്ച് അവനവനിലേക്ക് ഫോക്കസ് കൊടുക്കുക, അവനവനിലെ നെഗറ്റീവ് ഇമോഷൻസിന്റെ ലെറ്റ് ഗോ ചെയ്ത് എപ്പോഴും മുന്നോട്ട് എന്ത് എന്നുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ വ്യക്തികളുമായിട്ട് എംപത്തൈസ് ചെയ്യാനും എല്ലാവരോടും നമുക്ക് ഒരു സ്നേഹം തോന്നും. ആ സ്നേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ അറിവില്ലാതെയാണ് പല വ്യക്തികളും ചോയ്സസ് എടുക്കുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. അവരുടെ ചോയ്സസ് അവർ ലീവ് ചെയ്ത് തന്നെ പഠിക്കണം അതിൻ്റെ റിസൾട്ട്സ്. നിങ്ങളുടെ ചോയ്സസിൻ്റെയും കോൺസിക്വൻസ് നിങ്ങൾ ലീവ് ചെയ്ത് തന്നെ പഠിക്കണം, നിങ്ങൾ ജീവിച്ച് തന്നെ പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം ഒരു എൻമിറ്റി വെക്കാതെ, തെറ്റ് ചെയ്തിട്ടുള്ളവർ അറിവില്ലായ്മ കൊണ്ടും എന്നാൽ അത് നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾക്കത് അനുഭവിക്കണം എന്നുള്ള ഒരു കർമ്മയുള്ളത് കൊണ്ടുമാണ്. അത് തീരേണ്ട സമയമാവുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. വീണ്ടും നിങ്ങൾക്ക് ഫ്രഷ് എനർജിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇവിടെ 4 ഓഫ് ഇമോഷൻസ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ട്രാപ്ഡ് ആവാതിരിക്കുക പാസ്റ്റിൽ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു ഇമോഷൻസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തോ തരത്തിലുള്ള ഒരു ഭയമാണ് പുതിയ കാര്യങ്ങളെ. എന്തിനാണ് അങ്ങനെ അൺനെസസറി ആയിട്ട് ഭയക്കുന്നത്? പുതിയ കാര്യങ്ങളെ ഭയന്നാൽ നിങ്ങൾക്ക് സക്സസ് എങ്ങനെയാണ് വരുന്നത്? ഫിയർലെസ് ആവുക, എന്ത് വന്നു കഴിഞ്ഞാലും നോക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ആൻഡ് മ്യൂസ് ഓഫ് മെറ്റീരിയൽസ്, ഇതൊരു അബൻഡൻസിന്റെ ഒരു കാർഡാണ്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അബൻഡൻസിലേക്ക് നടന്ന് നീങ്ങാണ്. ഇവിടെ സൺ കാണാം, ഹൊറൈസൺ കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ കാണാം. ഇത് ഫ്ലവേഴ്സ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് സക്സസിനെയാണ്. ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ റിവാർഡ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു റിവാർഡ് അനുഭവിക്കാനായിട്ടുള്ള ഒരു സമയം വന്നെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് എത്ര ദൂരമേ ഉള്ളൂ നിങ്ങളുടെ സക്സസിന്. ഈ ഒരു ദൂരം നടക്കാനുള്ള കറേജാണ് നിങ്ങൾ ഈ ഒരു സമയം കാണിക്കേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് നേടി തരുന്നത്. അതുപോലെ തന്നെ വെൽത്ത് ആൻഡ് ഹെൽത്ത്, അതിൻ്റെ ഒരു അബൻഡൻസ്, ഒരു സ്റ്റെബിലിറ്റി. ഹെൽത്ത് ഒക്കെ ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നതിനൊരു ഒരു പ്രയോറിറ്റി ചെക്ക് നിങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഇമോഷൻസ് ആണോ, അതല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ? വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് സക്സസ്? ഞാൻ സക്സീഡ് ചെയ്തു എന്ന് ഞാൻ തന്നെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? അത് മനസ്സിലാക്കി അതിലേക്ക് നടന്നെടുക്കുക എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. അതിന് ധൈര്യം വേണം. അത് തുറന്ന്
എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം വേണം, അവനവനോട് തുറന്ന് സമ്മതിക്കാനുള്ള ധൈര്യം വേണം എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് പേജ് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. ഇത് പുതിയ പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. അതിനെ നിങ്ങളായിട്ട് തടഞ്ഞു വെക്കരുത് എന്നുള്ള ഒരു എനർജിയും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് മില്യൺ സ്പാർക്കിൾസ് ഓഫ് ഐഡിയാസ്, അതാണ് പേജ് ഓഫ് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് തരുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ ആ ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസിനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു എനർജിയാണ്. ഇത് സക്സസിനെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണിത്. അതായത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഐഡിയാസ്, അതുപോലെ സൊല്യൂഷൻസ്, ഇതൊക്കെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പല രീതിയിൽ ഗൈഡൻസ് ആയിട്ടും സയൻസ് ആയിട്ടും ഒക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരും. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിന് നിങ്ങൾ മനസ്സ് വെക്കണം എന്നുള്ള ഒരു എനർജിയാണ്. ഇവിടെ ഈ ഒരു ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ വരുന്ന ഈവിൾ എനർജികളെ എല്ലാം ഈ ഒരു ബ്ലാക്ക് ക്യാറ്റ് അബ്സോർബ് ചെയ്യാൻ റെഡി ആയിട്ടൊരു ഫിൽട്രേഷൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ ഈവിൾ എനർജി വന്ന് കയറാതെ. നമ്മളിവിടെ ഹോളി പറഞ്ഞപ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ പ്രൊട്ടക്ഷന്റെ വലയത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ഇത് നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുതരും എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാർഡ്സിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ all of you all take care. Bye.